രണ്ട്, ഇവിടെ നടക്കുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ചില പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രം അത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ആന്റി മൈനോറിറ്റി എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരാളാണ്, പക്ഷേ അത് വിട്ടുകളാം. ഇപ്പം ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായം കേരളത്തിന് പുറത്ത് വളരെ വലിയൊരു ഫാക്ടറായ 9 സംസ്ഥാനങ്ങളുണ്ട്. ഗോവയും 8 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടില്ലാതെ ഒരു പാർട്ടിക്കും ഒരു സർക്കാരും ഉണ്ടാക്കാൻ സാധിക്കില്ല. 9 ഇതുപോലത്തെ സ്റ്റേറ്റുകളുണ്ട്. ഇന്ന് പണ്ടും ഗോവ നമ്മൾ ഭരിച്ചിട്ടുണ്ട്. 6-7 വർഷം മുമ്പ് നോർത്ത് ഈസ്റ്റിൽ ഒറ്റ സംസ്ഥാനങ്ങൾ നമുക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് കഴിഞ്ഞ 10 വർഷം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാരണം മാത്രം കഴിഞ്ഞ 10 വർഷം ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ 6 ലക്ഷത്തോളം കോടിയാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, കണക്ടിവിറ്റിക്കും എല്ലാം നമ്മൾ അവിടെ ചെലവാക്കിയത്. ഇന്ന് ആക്ട് ഈസ്റ്റ് പോളിസി എല്ലാം കഴിഞ്ഞ് ഇന്ന് നോർത്ത് ഈസ്റ്റിൽ 8 സംസ്ഥാനങ്ങളിൽ 7 എണ്ണം എൻ ഡി എ ഭരിക്കുന്നു. ഗോവ എൻ ഡി എ ഭരിക്കുന്നു. 8 സംസ്ഥാനങ്ങളിൽ 9 സംസ്ഥാനങ്ങളിൽ 5 എണ്ണം BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. മറ്റ് 3 എണ്ണം എൻ ഡി എ ഭരിക്കുന്നു. അതായത് അവിടെ എല്ലാം ക്രിസ്ത്യൻ സമുദായത്തിലുള്ള എല്ലാവരും BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇരുന്ന് ഇപ്പം പലരും സൂചിപ്പിച്ച പോലെ മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു? മണിപ്പൂരിൽ സംഭവിക്കുന്ന ഒരു ട്രൈബൽ ഇഷ്യൂ ആണ്. അവിടെ ഡ്രഗ് റിലേറ്റഡ് ആയ ഇഷ്യൂ ഉണ്ട്. അത് റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല. അത് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ടി 4 നോർത്ത് ഈസ്റ്റേൺ MLA കഴിഞ്ഞ 5 ആഴ്ച എനിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു. ഒരാൾ മണിപ്പൂരിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു MP ആയിരുന്നു. പലരുമായിട്ടും ഇന്ററാക്ട് ചെയ്തു. അവർ അവിടുത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരുപാട് പേരോട് പറയുന്നുണ്ട്. അവർക്ക് സത്യം മനസ്സിലായി തുടങ്ങി. എന്നിട്ടും ഇവിടെ കേരളത്തിലുള്ള UDFും LDFും പിന്നെ നിങ്ങളെപ്പോലെ ചിലവരുമൊക്കെ അതിന്റെ ഭാഗമാണ്. അവർ ഇന്നും ഇവിടെ ഇരുന്ന് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ ലഹളയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാണെന്ന് തുഷാർജി അവതരിപ്പിച്ച ഒരു ഇഷ്യൂ. ഈ ലവ് ജിഹാദ് എന്നുള്ളൊരു ടേം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് BJPയോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാവോ അല്ല. 2008 2 ബിഷപ്പുമാർ കേരളത്തിൽ വെച്ച്, മാർ ജോസഫ് കല്ലറക്കാടും പിതാവും അതുപോലെ മാർ ജോസഫ് പ്ലാമ്പാനി, 2 പിതാക്കന്മാരാണ് 2008 ഈ ടേം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത്. 2009 ജേക്കബ് പുന്നൂസ്, അദ്ദേഹമായിരുന്നു DGP, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചത്. ഞാനിന്ന് സ്ഥാനാർത്ഥിയാവുന്നത് പത്തനംതിട്ടയിലാണ്. ഈ ഇഷ്യൂ ആദ്യം ഇന്ത്യയിൽ ഒരു കേസ് ഉണ്ടായി രജിസ്റ്റർ ചെയ്തത് ഞാൻ മത്സരിക്കുന്ന പത്തനംതിട്ടയിലാണ്. ഇതെല്ലാം വാസ്തവമാണ്. നിങ്ങൾ നാട്ടുകാരെ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും ഇത് വാസ്തവമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പലരും പറയുന്നു ആന്റി മൈനോറിറ്റി. എന്താ ആന്റി മൈനോറിറ്റി? കേരളത്തിൽ നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് കുറെ പറയുന്നുണ്ട്. കേരളത്തിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലം, അവിടെ ഒരു പൂഞ്ഞാറുണ്ട്. പൂഞ്ഞാറിലൊരു വൈദികനെ ആക്രമിക്കപ്പെട്ടു കുറച്ച് നാൾ മുമ്പ്. ഈ വൈദികനെ ആക്രമിക്കപ്പെട്ടപ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. ശ്രീ ആന്റോ ആന്റണിയുണ്ട്, ഡോക്ടർ തോമസ് ഐസക്. ഇതിൽ ഡോക്ടർ തോമസ് ഐസക് പറയാൻ ശ്രമിച്ചത് വൈദികനെ അവിടെ മണിയടിച്ചത് കലാപം ഉണ്ടാക്കാനാണെന്നാണ്. അതായത് അവിടെ ആക്രമിക്കപ്പെട്ടവർക്കെതിരെയുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തത്. അതുപോലെ തന്നെ ഇന്ന് മറ്റേ സ്ഥാനാർത്ഥി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു വിഷയത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനെ വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പിന് ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അന്നും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനും അദ്ദേഹത്തിന് സംരക്ഷിക്കാനും കേരളത്തിൽ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു പാർട്ടിയും ഇല്ലായിരുന്നു. ഈ പൂഞ്ഞാറിലെ സംഭവം ആദ്യമായിട്ട് ഒരു UDFിലെയോ LDFിലെയോ ഒരു നേതാവ് പറഞ്ഞില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് വളരെ വ്യക്തമായി ഈ ഇഷ്യൂ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും നിയമം ആരെയും കയ്യിലെടുക്കാൻ സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ന് ക്രിസ്ത്യാനികൾ മേജർ ഫാക്ടറായിട്ടുള്ള 7-8 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയും NDAയുമാണ് ഭരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഈ സമുദായത്തിലുള്ളവർ BJPയിൽ പൂർണ്ണ വിശ്വാസം ഇന്ത്യയിൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.